എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് +1 പൊളിറ്റിക്കൽ സയൻസിലെ മൂന്നാമത്തെ പാഠഭാഗമായ തിരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും ഇലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പം നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രീതികളെ പറ്റിയാണ്. തിരഞ്ഞെടുപ്പ് രീതികളും ആ തിരഞ്ഞെടുപ്പ് രീതി സ്വീകരിക്കാനുള്ള കാരണങ്ങളും അതേപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയും പിന്നെ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ പറ്റിയും ഒക്കെയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് നമുക്ക് പഠിക്കാനുണ്ട്. എളുപ്പമുള്ള ചാപ്റ്ററും കൂടിയാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ പാഠത്തിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അഥവാ ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. എക്സാമിന് ഇത് എന്താണെന്നൊന്നും ചോദിക്കില്ല. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒരു ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് രീതിയാണ്. അപ്പം ഇന്ത്യയിൽ നിലവിലുള്ള പ്രത്യക്ഷ പ്രാതിനിധ്യ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ അല്ലെങ്കിൽ FPTP ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഇത് എക്സാമിന് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിച്ചത് എന്നാണ്. അപ്പം നമുക്കത് തന്നെ നോക്കാം. എന്തുകൊണ്ടാണ് ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിച്ചത്? ഇവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് +1 +2ലേക്ക് എത്തുമ്പം കുറേ പഠിക്കാനുണ്ടാവും. കുറേ സബ്ജക്ട്സ് ഇതിനോടൊപ്പം പഠിക്കാനുണ്ടാവും. സോഷ്യോളജി ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും, ഇപ്പോൾ കൊമേഴ്സുകാർക്ക് ബിസിനസ് സ്റ്റഡീസ്, അങ്ങനെ കുറേ സബ്ജക്ട്സ് ഉണ്ടാവും. അപ്പം അതിനിടയ്ക്ക് എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എക്സാമിന് എപ്പോഴും കൊടുക്കുന്ന ഭാഗത്തിനാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത്. അല്ലാതെ ഇവിടെ വേറെ ഒന്നും പറയാനില്ല എന്നല്ല. ഈ പാഠത്തിൽ മെയിനായിട്ടും ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് രീതികളെ പറ്റിയാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം ഇവിടുന്ന് എക്സാമിന് എപ്പോഴും വരുന്ന ചോദ്യമാണ് ഇന്ത്യ FPTP വ്യവസ്ഥ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ സ്വീകരിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 4 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. FPTP വ്യവസ്ഥ വളരെ ലളിതമായ തിരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്, അല്ലെങ്കിൽ ലളിതമായ തിരഞ്ഞെടുപ്പ് രീതിയാണ്. ഓക്കെ, അത് വളരെ എളുപ്പം ഏറിയ അല്ലെങ്കിൽ ഒരു ലളിതമായ ഒരു തിരഞ്ഞെടുപ്പ് രീതിയാണ് FPTP വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇന്ത്യയെ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്തിന് FPTP സമ്പ്രദായമാണ് ഏറ്റവും അനുയോജ്യം. അതായത് ഭൂമിശാസ്ത്രപരമായി ജിയോഗ്രഫിക്കലി വലിയൊരു പ്രദേശത്തിന് FPTP സമ്പ്രദായമാണ് അനുയോജ്യം. FPTP വ്യവസ്ഥയിൽ വോട്ടർമാർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാം. അതാണ് അതിൻ്റെ അടുത്ത പ്രത്യേകത. എന്താണ്? വോട്ട് ചെയ്യുന്ന ആൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കാനാവും. അടുത്ത പോയിന്റ് എന്താണ്? FPTP വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് തങ്ങളുടെ നിയോജക മണ്ഡലങ്ങളോട് കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാകും. അതായത് സ്ഥാനാർത്ഥികളുടെ ഉത്തരവാദിത്തം ഈ തിരഞ്ഞെടുപ്പ് രീതിയിലൂടെ കൂട്ടാനാവും. അങ്ങനെ നിങ്ങളൊരു 4 പോയിൻറ്റ്സ് ഇന്ത്യ FPTP സമ്പ്രദായം സ്വീകരിക്കാനുള്ള കാരണങ്ങൾ ഒരു 4 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് ഈ പാഠത്തിൽ നിന്ന് ആദ്യം പഠിച്ചു വെക്കേണ്ട കാര്യം. അടുത്ത പഠിക്കേണ്ടതാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ അല്ലെങ്കിൽ ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് നോക്കാം. പോയിൻ്റ് ആയിട്ട് പഠിക്കാം. ഒരു 4-5 പോയിൻറ്റ്സ് നിങ്ങൾ നോക്കി വെക്കുക. തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചുമതലയാണെന്ത്? തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക. രണ്ടാമത്തെ അവരുടെ ധർമ്മം എന്താണ്? തിരഞ്ഞെടുപ്പുകളുടെ തീയതി നിശ്ചയിക്കുക. തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പുനർവോട്ടെടുപ്പ് നടത്താനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. പിന്നെന്താണ്? വീണ്ടും വോട്ടെണ്ണാനുള്ള അധികാരം നമ്മുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. പിന്നെന്താണ്? പെരുമാറ്റച്ചട്ടം, രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും പെരുമാറ്റച്ചട്ടം നൽകുക. അങ്ങനെ ഒരു 5 പോയിൻറ്റ്സ് ഷോർട്ട് പോയിൻ്റ് ആക്കി നിങ്ങൾ പഠിച്ചാൽ മതി. തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടർ പട്ടിക തയ്യാറാക്കുക, തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക, പുനർവോട്ടെടുപ്പ് നടത്തുക, വീണ്ടും വോട്ടെണ്ണുക, പിന്നെന്താണ്? സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും പെരുമാറ്റച്ചട്ടം നൽകുക. അങ്ങനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു 5 ധർമ്മങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. അടുത്തായി പഠിക്കേണ്ട കാര്യമാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ഇലക്ട്രൽ റിഫോംസ്. ഈ പാഠത്തിൽ നിന്ന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളും തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളും. ഒരു സ്വതന്ത്രവും നീതിയുക്തമായ തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നമ്മൾ തിരഞ്ഞെടുപ്പ് പരിഷ്കരിക്കണം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. അതാണ് ഈ ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ഇലക്ട്രൽ റിഫോംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം നടപ്പിലാക്കണം. ഇന്ത്യയിലെ FPTP സമ്പ്രദായം മാറ്റിയിട്ട് ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായം തിരഞ്ഞെടുപ്പ് രീതിയായി നടപ്പാക്കണമെന്നാണ് പറയുന്നത്. അതായത് തിരഞ്ഞെടുപ്പ് രീതിയിൽ മാറ്റം വരുത്തുക. തിരഞ്ഞെടുപ്പ് രീതിയിൽ എന്ത് ചെയ്യുക? മാറ്റം വരുത്തുക. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സ്ത്രീ സംവരണം ഉറപ്പുവരുത്തുക. സ്ത്രീ സംവരണം ഉറപ്പുവരുത്തുക. ഓക്കെ,
മൂന്നാമത്തെ പോയിന്റ്, തിരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ സ്വാധീനം ഒഴിവാക്കുക. തിരഞ്ഞെടുപ്പിൽ പണത്തിൻ്റെ സ്വാധീനം എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അടുത്ത പോയിന്റ് ആണ് കുറ്റവാളികളെ തിരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കാതിരിക്കുക. കുറ്റവാളികളെ ആക്കരുത്, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ പങ്കെടുപ്പിക്കാതിരിക്കുക. അടുത്ത പോയിന്റ് എന്താണ്? ജാതിയുടെയും വർഗീയതയുടെയും സ്വാധീനം ഒഴിവാക്കുക. പിന്നെ തിരഞ്ഞെടുപ്പിൽ മതപ്രചാരണം ഒഴിവാക്കുക. അങ്ങനെ ഒരു 5 പോയിൻറ്റ്സോ അല്ലെങ്കിൽ 4 പോയിൻറ്റ്സോ പഠിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ പാഠത്തിൽ നിന്ന് മെയിനായിട്ടും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻസ് എന്ന് കാണുന്നത്. വേറെ പ്രത്യേകിച്ച് വരുന്നൊരു ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇല്ല. എപ്പോഴും ചോദിക്കാറ് നമ്മുടെ തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ, ഇലക്ട്രൽ റിഫോംസ് ചോദിക്കും. പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ചോദിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ FPGP സമ്പ്രദായം തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് വീഡിയോ തീർക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ ലെങ്തി ആവും. അതുകൊണ്ടാണ് നമുക്ക് പൊളിറ്റിക്സ് വളരെ ലെങ്തി ആയി പോകും. പറയാനാണെങ്കിൽ ഇതിൽ കുറേ പറയാനുണ്ട്. നിങ്ങൾക്ക് കുറേ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുണ്ട്. കാരണം നിങ്ങൾ +1 പൊളിറ്റിക്സ് എന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊന്നും ചെയ്തത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ